കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വീണ്ടും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് PM ശ്രീ പദ്ധതി. LDF സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ ഒപ്പുവെച്ചതോടെ ഉയർന്ന വിവാദങ്ങൾ ഇന്നും അവസാനിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ അധികാരത്തിലെത്തിയ UDF സർക്കാർ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ പുതിയ കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുകയാണ്. രാജ്യത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസ നിലവാരവും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ PM ശ്രീ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധിപ്പിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ധനസഹായം ലഭിക്കും. എന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പല ഭാഗങ്ങളും അംഗീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇതിൻ്റെ പ്രധാന വാദം. LDF സർക്കാർ അവസാന ഘട്ടത്തിൽ പദ്ധതിയിൽ ഒപ്പുവെച്ചിരുന്നു. അന്ന് CPI ഉൾപ്പെടെ ഇടതു മുന്നണിയിലെ ചില ഘടകകക്ഷികൾ തന്നെ വിമർശനവുമായി രംഗത്തെത്തിയതും ശ്രദ്ധേയമായ കാര്യമാണ്. പദ്ധതിയിൽ നിന്നും സർക്കാരിന് ലഭിക്കുന്നത് ആകെ 1158 കോടി രൂപ മാത്രമാണ്. ഇതിനു വേണ്ടിയാണ് ഇരു സർക്കാരുകളും തുനിഞ്ഞിറങ്ങുന്നത്. RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാനാണോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അന്ന് LDF സർക്കാരിൻ്റെ വിശദീകരണം മറ്റൊന്നായിരുന്നു. കേരളത്തിന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര സഹായം നഷ്ടമാകാതിരിക്കാനാണ് പദ്ധതിയിൽ ചേർന്നതെന്നാണ് LDFന്റെ വിശദീകരണം. ദേശീയ വിദ്യാഭ്യാസ നയത്തെ മുഴുവനായി അംഗീകരിക്കുന്നില്ലെന്നും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ തത്വങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും പദ്ധതി നടപ്പാക്കുകയെന്നും സർക്കാർ അവകാശപ്പെട്ടു. അന്ന് വിമർശിച്ച UDF ഇന്ന് അധികാരത്തിലാണ്. അതുകൊണ്ട് തന്നെ UDFന്റെ നിലപാട് എന്തായിരിക്കുമെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഇതിനാണ് സർക്കാർ ഇപ്പോൾ പുതിയ കമ്മിറ്റി രൂപീകരിച്ചത്. PM ശ്രീ പദ്ധതിയിലൂടെ കേരളത്തിന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ, ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ഏതെല്ലാം ഘടകങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ ബാധിക്കും, സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സ്വയംഭരണ അവകാശം സംരക്ഷിച്ചുകൊണ്ട് പദ്ധതി തുടരാൻ കഴിയുമോ എന്നതായിരിക്കും വിശദമായി പഠനം നടത്തുക. മുൻ സർക്കാർ ഒപ്പുവെച്ച കരാറിൽ പുതിയ സർക്കാരിന് മാറ്റം വരുത്താൻ കഴിയുമോ എന്നതാണ് പ്രധാന ചോദ്യം. ഒരു സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രം അടുത്ത സർക്കാർ പൂർണ്ണമായും റദ്ദാക്കൽ എളുപ്പമല്ല. എന്നാൽ കരാറിലെ വ്യവസ്ഥകൾ പുനർപരിശോധിക്കാനും കേന്ദ്രവുമായി പുതിയ ചർച്ചകൾ നടത്താനും സർക്കാരിന് സാധിക്കുമെന്നുള്ളതാണ്.